ഹലോ, അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനും വാങ്ങിച്ചു ഗൈസ്. എന്താണെന്നല്ലേ, നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ മോനാണ് കേട്ടോ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താ സാധനം എന്നല്ലേ? യെസ്, ഇതൊരു റിംഗ് ലൈറ്റ് ആണ്. ഡിജിടെക്കിൻ്റെ ഒരു റിംഗ് ലൈറ്റാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഡിജിടെക് LED റിംഗ് ലൈറ്റ് വിത്ത് ലൈറ്റ് സ്റ്റാൻഡ് DRL14C എന്നുള്ള ഒരു മോഡലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് 5 ഫീറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ഇത് എത്ര ഫീറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് തുറന്ന് നോക്കാം. ഞാനിത് ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. ആമസോണിൽ നിന്നായതുകൊണ്ട് പാക്കേജിനൊന്നും പ്രശ്നമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പാക്കേജൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു. അപ്പം നമുക്കിതകത്ത് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇത് 2 ബോക്സിലായിട്ടാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്. ഇത് 2 ബോക്സിൽ അതിൻ്റെ സ്റ്റാൻഡും ഒന്നിൽ അതിൻ്റെ റിംഗ് ലൈറ്റും ആയിട്ടായിരിക്കുന്നത്. അതിൻ്റെ സ്റ്റാൻഡ് പുറത്തെടുത്തപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇത് പണി പാളി, ഇത് എങ്ങനെ ഇത് വെക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. ആദ്യം വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ തല തിരിഞ്ഞൊക്കെയാണോ ഇരിക്കുന്നതെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് അങ്ങനെയല്ല, നമുക്ക് താഴോട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് താഴോട്ടാക്കുമ്പോഴത്തേക്കും അത് സ്റ്റാൻഡ് പോലെ തന്നെ ആയി വരും. ഇതിപ്പോൾ മേളിലോട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അത് താഴോട്ടാക്കുമ്പോഴത്തേക്കും അത് താഴ്ന്ന് വരും. കണ്ടോ വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ ഈ 5 ഫീറ്റ് തന്നെ ഇതിൻ്റെ നീളം വരുന്നുണ്ട്. നീളം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, മേളിലോട്ടും താഴോട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റിംഗ് ലൈറ്റ് വരുന്നത്. റിംഗ് ലൈറ്റിൽ അതിനകത്ത് തന്നെ നമുക്ക് അറിയാമല്ലോ നമ്മുടെ ഫോൺ വെക്കാനുള്ള ഒരു സ്റ്റാൻഡും കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. അതിലാണ് നമുക്ക് ഫോൺ വെക്കേണ്ടത്. അപ്പം ഞാനതൊന്ന് കണക്ട് ചെയ്ത് നോക്കി. അപ്പം 3 ടൈപ്പിലുള്ള ബ്രൈറ്റ്നസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ അകത്തൂടി വെച്ചൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.